എനിക്ക് മന്ത്രിനോട് പറയാനുള്ളത് എവിടെയാണ് എന്റെ കാണിച്ചത് ഞാൻ ഇന്ന് വാങ്ങാം. ഇത് അവര് കണ്ണിപ്പൊടിയിലല്ലേ, അത് കഴിഞ്ഞത് കഴിഞ്ഞ് ആദ്യം ഉള്ളതിനേക്കാളും വില കൂടാന്നല്ലാതെ ഒരു സാധനത്തിന് വില കുറവൊന്നുമില്ല. വിജയ് പറയുമ്പോഴത്തെ കാര്യങ്ങൾ കാശ് കൊടുത്ത് ജയിച്ച്. ഇവിടെ ഒരു മിത്രം പദ്ധതി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിന്റെ സമയത്ത്, കുറഞ്ഞ ക്യാഷിന് സാധനങ്ങൾ കിട്ടുന്നു. അത് എവിടെയാണ് എന്റെ കാണിച്ചത് ഞാൻ ഇന്ന് വാങ്ങാം. ഈ നോമ്പിന് വളരെ ഓട്ടമോശമാണ്. അത് 2 മാസം അത് കഴിഞ്ഞാൽ മുങ്ങിപ്പോയി. അത് എവിടെ പോ, അത് എന്താ നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് അവര് കണ്ണിപ്പൊടിയിലല്ലേ, അത് കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയിപ്പോ ഈ ഇലക്ഷൻ ആകുമ്പോൾ വേറെ പദ്ധതിയായിട്ട് വരും. ഒരു 1.5 മാസം അരി സാധനം കൊടുക്കും, അത് കഴിഞ്ഞ് അതും മുങ്ങും, പിന്നെ കാണൂല. തീരപത്രം പരിപാടി മൂപ്പര് ഇലക്ഷൻ കുറച്ച് നിന്നില്ലേ, വില കുറച്ചിട്ട് കുറെ സാധനം കൊടുക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞോട് അത് കഴിഞ്ഞ് അത് നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അവര് ജയിച്ചില്ലേ, ജയിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി. വിജയ് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ കാശ് കൊടുത്ത് ജയിച്ച്. അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. അല്ല, അതിന്റെ ശേഷം പിന്നീട് ഈ സർക്കാർ ഏറ്റെടുത്ത് സർക്കാരിന്റെ രൂപത്തിൽ പിന്നെ മാവലി സ്റ്റോറായിട്ട് കൊടുക്കുന്നുണ്ട് തീരമിത്രം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പായിട്ട് അങ്ങനെ ഒരു വണ്ടി ഇവിടെ കുറച്ച് ഒരു മാസം ഓടിയിരുന്നു. അതിനുശേഷം അതിന്റെ ദിവസം അതില്ല, വെള്ളം ഉണ്ടായിരുന്നു. അതില്ലാതിരിക്കാൻ കാരണം ജയിച്ചതിന്റെ ദിവസം പിന്നെ വേണ്ടല്ലോ. അത് കുറഞ്ഞ വിലക്ക് സാധനം കിട്ടുന്ന, കുറഞ്ഞ വിലക്കല്ല ഇപ്പൊ കാലങ്ങനെ മാറി മാറി വരുന്നതോടെ ഇപ്പൊ പഴയ കാലത്ത് അതേപോലെ അല്ലല്ലോ ഇപ്പത്തെ. അപ്പൊ എനിക്ക് മന്ത്രിനോട് പറയാനുള്ളത്, നോമ്പ് തുറ കൊടുത്തിട്ടും ബിരിയാണി കൊടുത്തിട്ട് ഇവിടുത്തെ ജനങ്ങളെ ചാക്കിലാക്കാന്നുള്ളത് ഇനി നടക്കൂല.